നമസ്കാരം. ആൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്കാണ്. നമുക്ക് കുറേ ബോർഡുകളും അതുപോലെ തന്നെ 1-2 ലാപ്ടോപ്പുകളൊക്കെ സർവീസിന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൊറിയർ വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എന്തൊക്കെ നോക്കാം. ആക്ച്വലി ഈ കൊറിയർ വന്നിട്ട് നമുക്ക് 2-3 ദിവസമായി. എനിക്ക് ഇന്നാണ് ഇത് പിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ നമുക്കത് എന്തൊക്കെ നോക്കാം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മദർ ബോർഡ് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഒരു 1-2 മദർ ബോർഡ് വർക്കിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു AMD ബോർഡാണ്, ആസ്യൂസ് ബ്രാൻഡിൻ്റെ AMD ബോർഡാണ് ഇത്. എനിക്ക് ഇതിൻ്റെയൊക്കെ പ്രോബ്ലങ്ങൾ ഓരോ ബോർഡിൻ്റെയും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് നോക്കട്ടെ. ഇത് നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന സ്ഥാപനങ്ങളിലെ ഓരോ വർക്കാട്ടോ. അപ്പോൾ നമ്മളിത് അവർ കൊറിയർ അയക്കുമ്പോൾ നമ്മൾ പോയിട്ട് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും പറയാതെ 2-3 ദിവസം തലവേദന ആയിരുന്നു. ഇത് പവർ ഡിസ്പ്ലേ എടുക്കാത്തൊരു പ്രോബ്ലം ആയിരുന്നു ആദ്യം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പവർ ഓൺ ആയതിനു ശേഷം ബയോസ് കംപ്ലൈൻ്റ് ആയിരുന്നു. ബയോസ് പ്രോഗ്രാം ചെയ്തതിന് ശേഷം വീണ്ടും പവർ ഓൺ ആകാത്ത പ്രശ്നമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ആകാത്ത പ്രോബ്ലം നമുക്ക് ഈ ഒരു സെക്ഷനിൽ, അപ്പോൾ അത് ഞാൻ അവിടെ ജമ്പർ കൊടുത്തിട്ട് അവിടെ സോൾഡർ ചെയ്തു. അപ്പോൾ പവർ ഓൺ ആയി. അതിന് ശേഷം ഞാൻ ബയോസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ബയോസ്. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ബയോസ് പോകുന്നൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പവർ സെക്ഷനിൽ ആണ് പ്രോബ്ലം അതുണ്ടായിരുന്നത്. അത് ഞാൻ ബയോസ് ചേഞ്ച് ചെയ്തിട്ടുള്ള നമ്മൾ ഇതുപോലുള്ള മദർ ബോർഡിലെ ബയോസാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സെയിം ഓൾട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്, പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനത് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് റണ്ണിങ്ങിൽ ഇട്ടു. 2 മണിക്കൂർ റണ്ണിങ്ങിലൊക്കെ ഇട്ടപ്പോൾ വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിത് കംപ്ലീറ്റ് നമ്മൾ ഒരു 1/2 മണിക്കൂറോളം വർക്കിംഗ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്കത് പിന്നെയും ഡിസ്പ്ലേ പോകുന്നൊരു പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വർക്കിംഗ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ ബയോസ് പ്രോഗ്രാം ചെയ്യുന്നതും ബയോസ് റീപ്ലേസ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാനത് ഫിറ്റ് ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ മദർ ബോർഡുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇതിങ്ങനെയൊന്നും പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് ജസ്റ്റ് ഒന്ന് അതുപോലുള്ള ബോക്സിലാക്കിയതിന് ശേഷം ജസ്റ്റ് ജെർക്ക് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, കൊറിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇതുപോലെ കഷ്ടപ്പെട്ട് തിക്കായിട്ടൊന്നും പാക്ക് ചെയ്യരുത് ഒരിക്കലും. ജസ്റ്റ് കുറച്ച് ന്യൂസ് പേപ്പർ അത് ജെർക്ക് ചെയ്യാതിരിക്കുക, ഷെയ്ക്ക് ചെയ്യാത്ത രീതിയിൽ ബോക്സിനകത്താക്കിയിട്ട് ജസ്റ്റ് അത് പാക്ക് ചെയ്താൽ മതി. ഇതുപോലെ തിക്കായിട്ട് ടൈറ്റായിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ പാക്ക് ചെയ്യരുത്. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അത് പാക്ക് ചെയ്യാൻ തന്നെ. ഇത്രയും ന്യൂസ് പേപ്പർ തിന്നൊന്നും ആവശ്യമില്ല. ജസ്റ്റ് കണ്ടോ, അതൊക്കെ ഫുള്ള് ടൈറ്റായിട്ടാണ് പുള്ളി അത് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലുള്ള ആ ഡിസ്കുകളൊക്കെ ചിലത് സൗണ്ട് വരുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഡിസ്ക് ടിക് ടിക് എന്നുള്ള സൗണ്ട് വരുന്നത് ഏത് രീതിയിലാണ്, അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 3 ആ ഡിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു G41 മദർ ബോർഡാണ്. വീണ്ടും ഒരു G41 മദർ ബോർഡാണ്. അപ്പോൾ ഇതിൽ AMD ബോർഡ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നാണ്. ഓൺ ആവുന്നുണ്ട്, ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നാണ്. പിന്നെ ഒരു ആസ്യൂസ് G41 മദർ ബോർഡാണ്. ഇതെന്താ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോ പവർ ഓൺ ആണില്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു G41 വേറൊരു ബോർഡ്. ഇതും നോട്ട് ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത്. ബീപ്പ് സൗണ്ട് ഉണ്ട്, ഡിസ്പ്ലേ എടുക്കണില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് 3 ബോർഡ് ഒന്ന് നോക്കാം. ഡിസ്കിന് എന്താണെന്ന് വെച്ചാൽ ഇതാണ് 3 ഡിസ്ക് ഉള്ളതിൽ. പിന്നെ ഒരു 500 GB ഡാറ്റ റിക്കവർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ടിക് ടിക് സൗണ്ടാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് നോക്കണം. ഇത് തോഷിബയുടെ ഡിസ്ക് വരുന്നത് നോട്ട് ഡിക്റ്ററ്റാണ്. പിന്നെ വീണ്ടും സീഗേറ്റിൻ്റെ ഒരു 250 ആണ്. ഇതും നോട്ട് ഡിക്റ്ററ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഈ വന്ന കൊറിയറൊക്കെ നമുക്ക് ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ബോർഡും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ ചെയ്തിട്ടുള്ള 1-2 ബോർഡുകൾ ഇവിടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാടെ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് അറിയില്ല. പരമാവധി ഞാൻ ഉൾപ്പെടുത്താം. പവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പാടെ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഓരോ ബോർഡുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ മൊത്തം ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫാനിനകത്തൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ മദർ ബോർഡ് പാർട്ട് വീഡിയോ നമ്മളൊരു 10 വീഡിയോസോളം നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലൊക്കെയാണ് മദർ ബോർഡ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാനൊരു 1 by 1 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടവർക്കൊക്കെ എന്തായാലും അറിയുണ്ടാവും. ഇപ്പോൾ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വാക്കണം, അല്ലെങ്കിൽ പിന്നെ ബ്രഷോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ മദർ ബോർഡ് സർവീസിന് അയക്കുന്ന സമയത്ത് ക്യാബിനിൽ നിന്ന് മദർ ബോർഡ് പുറത്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് CMOS ബാറ്ററി റിമൂവ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മദർ ബോർഡ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ 3 ബോർഡിൻ്റെ അകത്തും പിന്നെ CMOS ബാറ്ററി റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് മദർ ബോർഡ് ക്യാബിനറ്റിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം CMOS ബാറ്ററി പ്ലേസ് ചെയ്യുക. അത് ഞാൻ എന്തുകൊണ്ടാണ് പിന്നെ ബോർഡ് പുറത്തെടുക്കുമ്പോൾ CMOS ബാറ്ററി പുറത്തെടുക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ CMOS ബാറ്ററി അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് ക്യാബിനറ്റിൻ്റെ അകത്ത് പുറത്തെടുക്കുന്ന സമയത്ത് അടിഭാഗം ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഷോർട്ടായി ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ ആ ഒരു ചിപ്പ് സെറ്റിലേക്കാണ് 3 വോൾട്ട് പോകുന്നത്. അപ്പോൾ എത്രയും ചെറിയൊരു മൈന്യൂട്ട് ഷോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ CMOS ബാറ്ററിൻ്റെ ഭാഗം ഫൈൽഡ് ആവും. പിന്നെ നമ്മളത് ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ശരിയാവില്ല. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ലാഗ് അടിപ്പിക്കണില്ല. അതുപോലെ തന്നെ നമ്മൾ ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വാക്വം ക്ലീനർ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ബ്രഷ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഫാൻ റിമൂവ് ചെയ്യുക, അത് ഹീറ്റ് സിങ്കിൻ്റെ അകത്തൊക്കെ ഉള്ള ഡസ്റ്റൊക്കെ നല്ല രീതിയിൽ ഇത് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ബെറ്ററാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫാനിനകത്ത് ലാപ്ടോപ്പിൻ്റെ അകത്ത് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഡസ്റ്റ് റിമൂവ് ചെയ്തെടുക്കാൻ ബെസ്റ്റാണിത്. അതുപോലെ ക്യാബിനറ്റിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാം. നമുക്ക് നമ്മളെ മേലിക്കോ നമുക്ക് ഒന്നും പിന്നെ ഡസ്റ്റ് കാര്യങ്ങളൊന്നും ആവില്ല. നമ്മൾ ഈ ബ്രഷ് കൊണ്ടാകുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നത്തേക്ക് വീഡിയോയിൽ പറഞ്ഞത് മാസ്ക് ധരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യാനുള്ളത് നമ്മളെ വർക്കിംഗ് ടേബിൾ ഒന്ന് മൊത്തത്തിൽ കാലിയാക്കുക.
SMPS കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പവറൊക്കെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തേക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഡിസ്ക് റിക്കവറി ചെയ്യണതും ആ ഡിസ്കിൻ്റെ അകത്തു നിന്നുള്ള പ്ലാസ്റ്റർ സൗണ്ട് വരുന്നത് ആ ടിക് ടിക് എന്നുള്ള സൗണ്ടൊക്കെ വരുന്നത് കാരണം ചില ആളുകൾ ആ ഡിസ്ക് ഡെഡായി എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കാറാണ് പതിവ് ഇതുപോലുള്ള ആ ഡിസ്കുകൾ. അപ്പോൾ അത് നമ്മളിത് റിമൂവ് ചെയ്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മദർ ബോർഡ് സർവീസിങ്ങിൻ്റെയൊക്കെ വീഡിയോസുകൾ ഞാൻ 1 by 1 ആയിട്ട് കുറേ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് പറയുന്നില്ല. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് AMD ബോർഡാണ്, അസീസ് ബ്രാൻഡിൻ്റെ. ഇത് നമുക്ക് പവർ ഓൺ ആവുന്നുണ്ട്, ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബോർഡിൻ്റെ പവർ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിതിൽ ബോർഡിൻ്റെ അകത്ത് ഗ്രീൻ LED ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബോർഡിൽ ഓൾറെഡി പവർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പവർ ഓൺ ആക്കുകയാണ്. ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ബോർഡ് ഓൺ ആകുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ റാമൊന്നും കൊടുക്കാതെ ഓൺ ചെയ്യാൻ കാരണം ഇതിപ്പോൾ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഫാന് പിന്നെ റീസ്റ്റാർട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ബോർഡ് ഓഫായി പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബോർഡ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് 2 റാമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുനിന്ന് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2 റാമുണ്ടോ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ റാം മാറി മാറി ഇട്ട് നോക്കാനൊക്കെ പറയും. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മുടെ അടുത്തേക്ക് കൊറിയർ അയക്കാറ് കേട്ടോ. അപ്പോൾ ചിലത് നമുക്കൊരു റാം ഫൈൽഡായി കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേ എടുക്കാത്ത പ്രോബ്ലം വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് CMOS ബാറ്ററി ഓപ്പൺ ആക്കിയതിന് ശേഷം ബയോസ് ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്പ്ലേ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാം പരസ്പരം ഓരോന്ന് മാറ്റിയിട്ടൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് അവർ നമുക്ക് കൊറിയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബോർഡ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫാകണോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പവർ ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നത്തേക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് റാമിൻ്റെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കംപ്ലൈൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബയോസ് കംപ്ലൈൻ്റ് ആണെങ്കിലും പ്രോസസ്സർ കംപ്ലൈൻ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ഒരു ബസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് റാം ഡിക്റ്റേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ബീപ്പ് വരിക എന്നൊക്കെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുടരെ 3 വട്ടം ബീപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റാമിൻ്റെ പ്രോബ്ലമാണ്. അതൊക്കെ ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാ വീഡിയോയിലും ഞാനതിങ്ങനെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നത്തേക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ബസർ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ പവർ ഒന്നും കൂടി ഓൺ ചെയ്തിട്ട് മദർ ബോർഡ് ഓൺ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒരു 4-5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റാമിൻ്റെ ഭാഗമാണെങ്കിൽ ബീപ്പ് സൗണ്ട് വരേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ടും ഒരു ബീപ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബസർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റാം ഫൈൽഡ് ആണെങ്കിൽ നമുക്ക് ബീപ്പ് വരികയാണെങ്കിൽ എന്തായാലും റാം ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്ലോട്ട് പരസ്പരം മാറ്റി നോക്കുക ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ യാതൊരു രീതിയിലുള്ള ഒരു ബീപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ അടുത്തത് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ്റൽ ബോർഡുകൾ അതുപോലെ തന്നെ ഇതുപോലുള്ള ബോർഡുകളാണെങ്കിൽ നമുക്ക് ഈ ഫാനൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്രോസറിൻ്റെ ഭാഗത്തൊക്കെ ടച്ച് ചെയ്ത് നോക്കുക ഹീറ്റാകുന്നുണ്ടോ അങ്ങനെയുള്ളതൊക്കെ. ഇത് നമുക്ക് ഇവിടെ ഈ അടിയിൽ തൊട്ട് കഴിഞ്ഞാൽ AMD ബോർഡാണല്ലോ, പെട്ടെന്ന് ഹീറ്റാകുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫാൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോസറിൻ്റെ ഭാഗം ഓക്കെയാണ്, ഹീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്ന വോൾട്ട്, ഞാൻ ഇതിൻ്റെ മുന്നേ റാം ഭാഗത്തേക്ക് വരുന്ന വോൾട്ട് ചെക്ക് ചെയ്യേണ്ട രീതിയാണ് ഏത് രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗം നോക്കുക. അപ്പോൾ അതിനായിട്ട് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ നമ്മൾ ഒരു 20 വോൾട്ടിൽ സെറ്റ് ചെയ്യുക. ഇതിൽ നെഗറ്റീവ് പ്രോബ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബോർഡിൽ ഇവിടെ വേണമെങ്കിലൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്കത് ഈ രീതിയിൽ വേണമെങ്കിൽ ഇവിടെ കൊടുത്തിടാം.
ഇങ്ങനെ വേണമെങ്കിലും കൊടുത്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ SMBSൻ്റെ നമുക്ക് ഇവിടെ ഇതുപോലെ താഴെ വെച്ചിട്ട് വേണമെങ്കിലും ഈ രീതിയിലും കൊടുത്തിടാം. അതായത് അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ തൽക്കാലം ബ്ലാക്കിൽ കൊടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്തത്. അത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് പോരില്ല. ഇനി ഞാൻ പവർ ഓൺ ചെയ്യുകയാണ്. ഇനി ഓരോ ഭാഗത്ത് വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മീറ്ററിൽ നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇവിടെ USB സെക്ഷനിൽ നോക്കുമ്പോൾ നമുക്കിവിടെ 5 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ ലൈനിൽ വരുന്ന USB സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ AMD ബോർഡാണ്. ഇൻ്റൽ ബോർഡിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ ചിപ്സെറ്റ് ഭാഗത്ത് കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ നമുക്ക് ഓഡിയോ IC ഭാഗത്തേക്ക് നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കാൻ നമുക്കിവിടെ ഒരു മോസ്ഫെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഞാൻ നോക്കി നോട്ടോ. ഇവിടെ നമുക്ക് DC 2 വോൾട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീറ്ററിൽ കാണാണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഇത് നമുക്ക് AMD ബോർഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. നമുക്കിത് ഇൻ്റൽ ബോർഡാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചിപ്സെറ്റ് വരുന്നുണ്ട്. ആ ചിപ്സെറ്റ് ഭാഗം നമുക്ക് USB ബോർഡിൻ്റെ അകത്ത് 5 വോൾട്ട് വരികയാണെങ്കിൽ കംപ്ലൈൻറ്റ് ആവില്ല എന്നുള്ളതല്ല, നമുക്ക് ഈ ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ എടുക്കാത്ത ഭാഗം ഏതൊക്കെ ഭാഗത്തേക്കാണ് വോൾട്ട് വരാത്തതെന്നുള്ളത് നോക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ ഉദ്ദേശം. അതല്ല ഇവിടെ നമുക്ക് 5 വോൾട്ട് USB ഭാഗത്ത് നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഓക്കെ എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഓരോ ഭാഗം ഓരോ ബോർഡിനും ഓരോ രീതി ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻ്റൽ ബോർഡ് കാണിക്കാം. ഇൻ്റൽ ബോർഡ് എന്ന് ഉദ്ദേശിച്ചത് ഇൻ്റൽ ചിപ്സെറ്റ് ആട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു USB പോർട്ടിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വോൾട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഓക്കെ എന്നുള്ളത് നമുക്ക് 70% കിട്ടോ. ഒരു 90% നല്ല ഒരു 100% നല്ലൊരു 70% നമുക്ക് ഈ ഒരു സെക്ഷനിൽ വോൾട്ട് വരുന്നുണ്ടെന്ന് അറിയാം. മറിച്ച് ഈ ഒരു ഭാഗത്തേക്കുള്ള ലാൻ പോർട്ട് അതുപോലെ തന്നെ ഓഡിയോ പോർട്ടിലേക്കൊക്കെ 5 വോൾട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഭാഗത്തേക്ക് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അതുപോലെ തന്നെ RAM സെക്ഷനിൽ വോൾട്ട് വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് ഈ രീതിയിൽ ഈ ബോർഡാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും വരില്ല. ഇത് നമുക്ക് AMD ബോർഡാണ്. അപ്പോൾ പലതും പല രീതിയിലാവും ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ ഈ ഒരു ബോർഡിൽ ഫോളോ ചെയ്യരുത്. ഓരോ ബോർഡിൻ്റെയും കംപ്ലയിൻറ്റ് ചിലപ്പോൾ പല രീതിയിലാകുമ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് ആവില്ല, ഇനിയിപ്പോൾ ഡിസ്പ്ലേ എടുക്കാത്ത കംപ്ലയിൻറ്റ് വേറൊരു ബോർഡിന് വരിക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ്, അപ്പോൾ നമ്മളിനി ചെക്ക് ചെയ്യാനുള്ളത് ഈ റാമിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ മോസ്ഫെറ്റും അതിൻ്റെ ഇൻപുട്ട് സെക്ഷനിലും ഔട്ട്പുട്ട് സെക്ഷനിലും നമ്മൾ മാറി മാറി നോക്കുക. ഇത് നമുക്ക് ഇൻപുട്ട് സെക്ഷനിൽ നമുക്ക് 8 വോൾട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ട് സെക്ഷനിൽ നമുക്ക് 3 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഓരോ മോസ്ഫെറ്റ് ഇപ്പോൾ ഞാൻ ഈ ഒരു മോസ്ഫെറ്റായിട്ട് ചെക്ക് ചെയ്യണത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് സെക്ഷനിൽ 5 വോൾട്ട് കാണിക്കുന്നുണ്ട്, ഇൻപുട്ട് സെക്ഷനിൽ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മോസ്ഫെറ്റിൻ്റെയും ഇൻപുട്ട് സെക്ഷനിലും ഔട്ട്പുട്ട് സെക്ഷനിലും ഏത് രീതിയിലാണെന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മോസ്ഫെറ്റാണ് പോയതെങ്കിൽ നമുക്ക് 7805ൻ്റെ പിന്നെ മോസ്ഫെറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മോസ്ഫെറ്റിന് സ്ഥാനത്ത് വെക്കാം. ഇത് നമുക്ക് 12 വോൾട്ടാണ് ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 12 വോൾട്ടാണ്, ഔട്ട്പുട്ട് 5 വോൾട്ടാണ്. അപ്പോൾ ഈ റാമിൻ്റെ ഈ ഭാഗം ഓക്കെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, റാം സെക്ഷനിൽ റാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തായാലും ബസർ ബീപ്പ് വരേണ്ടതാണ്. അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്ന് റിമൂവ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്തത് ഇതിൻ്റെ ഈ ഒരു സെക്ഷനിൽ പ്രോസറിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലൊക്കെ നമുക്ക് ഈ ബോർഡിൻ്റെ ഏത് രീതിയിലാണോ പവർ വരുന്നത് ആ രീതിയിൽ പവർ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മളുടെ ചെക്ക് ചെയ്യുന്ന ഓരോ രീതി, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പിന്നെ ഒരുവിധം ടെക്നീഷ്യന്മാരും ചിലപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു ബോർഡിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് രീതിയിലാണ് ചെക്ക് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വോൾട്ടിൻ്റെ ഭാഗത്ത്
ഒരു ഡിലേ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇൻ്റലിൻ്റെ ബോർഡാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഫാൻ എന്തായാലും റിമൂവ് ചെയ്തതിന് ശേഷം പ്രോസസ്സർ എടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഫാൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് AMD ബോർഡുകൾ പെട്ടെന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫാൻ റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമ്മൾ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ബയോസ് കറക്റ്റഡ് ആണോ നോക്കുക. ഈ ബയോസ് സാധാരണ പിന്നെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് 2 സൈഡും ലെഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിന്നറോ ഇതുപോലുള്ള ലിക്വിഡ് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബയോസ് ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും ശരിയാവാൻ ചാൻസ് ഉണ്ട്. വേറെ ഈ ബോർഡിന് വേറെ കംപ്ലയിൻറ്റ് ഇല്ല എന്നല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം ബയോസ് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും ഒരു പക്ഷേ ഡിസ്പ്ലേ എടുക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു ഫസ്റ്റ് എയ്ഡ് രീതിയിൽ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ ഒരു മെത്തേഡ്. ചില ആളുകൾ പ്രൊഫഷണലായിട്ടുള്ള ടെക്നീഷ്യന്മാരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കിത് തോന്നും ഈ രീതിയിലല്ല ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. കാരണം നമുക്ക് ഈ ഭാഗത്തേക്കും പ്രോസറിൻ്റെ ഭാഗത്തേക്കും ഒക്കെ വോൾട്ട് കാര്യങ്ങൾ 12 വോൾട്ട് അതുപോലെ തന്നെ 5 വോൾട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ നോക്കാം. നമ്മൾ USB പോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഏത് രീതിയിലാണ് വരുന്നത്, 5 വോൾട്ട് വരുന്നുണ്ടോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഭാഗത്തേക്കൊന്നും ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ ഒരു ബയോസ് പിന്നെ IC റിമൂവ് ചെയ്തതിന് ശേഷം അതൊന്ന് ചെക്ക് ചെയ്യാം. ബയോസ് റീപ്രോഗ്രാം ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളുടെ പിന്നെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ താഴത്ത് നമ്മളുടെ മെയിൻ ബീസിനകത്താണ് ഇതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രോഗ്രാം എങ്ങനെയാണ് നോക്കിയിട്ട് വരാം എന്താണെന്നുള്ളത്. ചിലത് കറക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു ബോർഡിൻ്റെയൊക്കെ നമ്മളെടുത്ത് ഇതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഓൾറെഡി സേവഡ് ആണ്. അപ്പോൾ അതിനൊന്നും സമയം എടുക്കില്ല. ജസ്റ്റ് ഞാനൊരു 2-3 മിനിറ്റിൻ്റെ അകത്ത് ഇതൊന്ന് റീപ്രോഗ്രാം ചെയ്ത് വരാം. അതെന്താണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ലാപ്ടോപ്പൊക്കെ കൊടുത്തിട്ട് നമുക്കത് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ല, അത് വെറുതെ വീഡിയോ ലെങ്ത്ത് കൂടുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴത്തെ PC പോയിട്ട് ഞാൻ ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ബയോസിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കാം. ഞാൻ ജസ്റ്റ് പവർ ഒന്നും കൂടി ഓൺ ചെയ്യാണ്. ഞാൻ ബയോസിൻ്റെ IC റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബയോസിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ നമുക്ക് 3 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. അതും നമ്മൾ നോക്കേണ്ടതാണ്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബയോസ് റീപ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇവിടെ നെഗറ്റീവ് പ്രോബ് ഞാൻ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തു, മദർ ബോർഡ് ഓൺ ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തേക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബയോസിൻ്റെ ഈ ഒരു കട്ടിങ്ങിനോട് ചേർന്നിട്ട് അതിൻ്റെ സൈഡിലായിരിക്കും ഇതിൻ്റെ പോസിറ്റീവ് ലെഗ് വരിക. നമുക്കൊരിക്കലും ഈ ബയോസിൽ ഞാൻ മിക്ക ആളുകളോടും പറഞ്ഞിട്ട് നമുക്കിത് ഈ ഒരു സോക്കറ്റിൻ്റെ അകത്ത് നമുക്ക് 2 രീതിയിലും ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ്ങിനോട് ചേർന്നിട്ടുള്ള ഒരു കട്ടിങ് ഈ ഒരു സോക്കറ്റിനും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കട്ടിങ്ങിനോട് ചേർന്നിട്ട് വെക്കണം. അത് നമ്മൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബയോസ് IC ബേണാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. അത് നമുക്ക് 3 വോൾട്ടാണ് വരാൻ ചാൻസ് കേട്ടോ. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 3.39 വോൾട്ടുകൾ കാണിക്കുന്നുണ്ട്. 3 വോൾട്ടാണ് ബയോസ് IC വരുന്നത്. അപ്പോൾ നമുക്ക് ബയോസിലേക്കുള്ള വോൾട്ട് കാര്യങ്ങളൊക്കെ ബോർഡിൽ ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ഈ ഒരു ബയോസ് ഒന്ന് റീസെറ്റ് ചെയ്ത് ഒന്ന് റീപ്രോഗ്രാം ചെയ്തിട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പവർ ഓൺ ആക്കി നോക്കാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഇൻകേസ് അത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് തരുന്നില്ല. നമുക്ക് വേറെയും ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് വരാനുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഈ ഒരു ബോർഡുകളൊക്കെ പിന്നെ സർവീസ് ചെയ്തിട്ടുള്ളൊരു പിന്നെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയണത്. ഇത് മിക്കതും ചിലപ്പോൾ ഈ ഒരു ബയോസ് തന്നെ ആയിരിക്കാനാവും ചാൻസ്. അപ്പോൾ നമുക്കൊന്ന് റീപ്രോഗ്രാം ചെയ്ത് വരാം. ഞാനൊരു 2-3 മിനിറ്റിനകത്ത്. 2000 years later. അങ്ങനെ നമ്മൾ ഈ ബോർഡിലെ ബയോസ് റീപ്രോഗ്രാം ചെയ്ത് വന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്നത് കറക്റ്റഡ് ഒന്നാണോ അല്ലേ എന്നറിയില്ല. എന്തായാലും അത് ഫയൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് പിന്നെ റിമൂവ് ചെയ്തതിന് ശേഷം പുതിയൊരു പ്രോഗ്രാം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് 8 ലെഗാണ് വരിക. അപ്പോൾ നമ്മൾ സാധാരണ ചില ബോർഡിനകത്ത് ബയോസ് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ 8 ലെഗ് ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും ചിലത് നമുക്ക് ഡിസ്പ്ലേ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ്, ക്ലാവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് വരുന്ന ഈ സ്ഥാപനത്തിൽ തന്നെ G41 ആണ് വരുന്നത്. ഇതിൻ്റെ അകത്തും ഇതേ സെയിം ബയോസാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ മൊത്തത്തിൽ ക്ലാവ് പിടിച്ച പോലെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എന്താണെന്നുള്ളത് ബയോസാണ് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ബയോസിനെ ഈ ബോർഡിൽ ഇൻസെർട്ട് ചെയ്യാം.
അപ്പോൾ ഇത് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ഈ ഒരു കട്ടിങ്ങും ഒരേ രീതിയിൽ വരണം. നമുക്കിത് തിരിച്ചിട്ട് കഴിഞ്ഞാലും അതായത് കറക്റ്റായിട്ട് ഇൻസെർട്ട് ആവും, പക്ഷേ പൊളാരിറ്റി മാറും, ബയോ സൈസിൽ പോകാൻ ചാൻസ് ഉണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഒരു പക്ഷേ പവർ പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിതിൻ്റെ മുന്നത്തെ 2 വീഡിയോസും ഇവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും കുറേ പവർ ഓൺ ചെയ്യാണ്. അപ്പോൾ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കാം. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് റാമിൻ്റെ ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നത്, വിട്ടിട്ടുള്ള ബീപ്പ് സൗണ്ടാണ്. നേരെ വെച്ച് കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും പല പ്രോബ്ലങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രോസസ്സർ അതുപോലെ തന്നെ ബയോസ് തന്നെ കറക്റ്റഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീപ്പാകും. ഇത് നമുക്ക് റാമിൻ്റെ ബീപ്പാണ് വരുന്നത്. റാമിൻ്റെ ബീപ്പ് നമുക്ക് ഏത് രീതിയിലാണ് വിട്ടിട്ടുള്ള ബീപ്പ് എത്ര ബീപ്പാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്തു. നമുക്കൊരു റാം അതിലൊന്ന് കൊടുത്തു നോക്കാം. നമുക്ക് വീണ്ടും പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു റാമുള്ളൂ ഇപ്പോൾ ഇൻസെർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാനൊന്ന് ഡിമ്മായിട്ട് ഒന്നുകൂടി വർക്കായി. ഒരു ചെറിയൊരു ഒറ്റ ബീപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഡിസ്പ്ലേ എടുത്തതായിട്ടാണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് കീബോർഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് മോണിറ്ററിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മോണിറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫോണൊന്ന് അവിടെ നിന്ന് എടുക്കട്ടെ. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ എടുത്തിട്ട് നമുക്ക് F1 കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഒക്കെ ഓക്കെയാണ്. ബോർഡ് വർക്കിംഗ് ഓക്കെ ആയി. ഇപ്പോൾ നമ്മളിതിൽ എന്താ പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബയോസ് കറക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീപ്രോഗ്രാം ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു റാമും കൂടി ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കി നോക്കാം. ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 റാമും ഇവിടെ ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട്. 4 GB റാം, 2 DDR3 2 GB റാമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോർഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബോർഡ് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാല്ല, നമുക്ക് ആ ഡിസ്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബോർഡ് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാമറ ഇവിടെ സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യട്ടെ. ഓഫ് ചെയ്യാണ്. ഇനി നമ്മളടുത്ത് നോക്കാനുള്ളതിൽ CMOS ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ മദർ ബോർഡ് ഇതുപോലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും CMOS ബാറ്ററി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. CMOS ബാറ്ററിയുടെ ചാർജ് കറക്റ്റ് ആണോ നോക്കും. 3 വോൾട്ടിൻ്റെ താഴെയാണെങ്കിൽ എന്തായാലും CMOS മാറ്റി കൊടുക്കണം. ഇത് നമുക്ക് 2.70 ആണ് കാണിക്കണം കേട്ടോ. എന്തായാലും ഇത് മാറ്റി കൊടുക്കാവും നല്ലത്. അതൊന്ന് നമുക്ക് 1 വോൾട്ടും തന്നെ കാണിക്കണില്ല. .70 അത് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വർക്കാവും. ചിലപ്പോൾ നമുക്കൊരു 2-3 മാസം കഴിയുമ്പോൾ പിന്നെയും ഇത് മാറ്റേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ മദർ ബോർഡ് റിട്ടേൺ കൊറിയർ അയക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള പുതിയ CMOS ബാറ്ററി കൊടുത്തിട്ട് അയക്കാവും നല്ലത്. ഈ ഒരു CMOS ബാറ്ററി നമുക്ക് വർക്കാവും. ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതും കറക്റ്റഡ് ആകും. അപ്പോൾ നമുക്ക് ടൈമും ഡേറ്റൊക്കെ മാറ്റും. പിന്നെ കസ്റ്റമർക്ക് പിന്നെയും ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 2 വർഷത്തിന് എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ഇവിടെ മാറ്റി വെക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബോർഡാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, എന്താ കാണിക്കുന്നത് നോക്കാം. ഞാൻ ഇതും ഇവിടെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രീൻ LED ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പവർ ഓണാക്കുകയാണ്. പവർ ഓണാക്കിയപ്പോൾ ബോർഡ് ഓണായിട്ടുണ്ട്. ഈ ബോർഡ് പുള്ളി പറഞ്ഞിട്ടുള്ളത്
ബോർഡ് ഓൺ ആവുന്നില്ല എന്നാണ്. നമുക്കിതിൻ്റെ ബീപ്പ് സൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാ ബോർഡിനും ചിലത് നമുക്ക് ഇൻബിൽഡായിട്ട് ഈ ഒരു സ്പീക്കർ വരും കേട്ടോ. നമുക്ക് ചില ബോർഡിനകത്ത് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാനൊരു ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഒരു ബോർഡിൽ നമുക്ക് ഇൻബിൽഡായിട്ട് നമുക്കിതിൽ ബസർ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള അസ്യൂസ് ബോർഡിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒരുവിധം ബോർഡുകൾക്കൊക്കെ നമുക്ക് ഇതുപോലെ എക്സ്റ്റേണൽ ബസർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ അകത്തിൻ്റെ ബസറിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സ്പീക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിൽ കൊടുക്കുക. ഇത് ബീപ്പ് സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. റാം ഇതിൽ ഇൻസർട്ട് അല്ല, അത് കാരണമാണ്. ഇത് നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് ഓൺ ആവുന്നില്ല എന്നാണ്. അപ്പോൾ പുള്ളിയുടെ SMBSനായിരിക്കും കംപ്ലൈൻറ്റ്. ഇത് ബോർഡ് ഓൺ ആകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് റാം ഒന്ന് കൊടുത്തിട്ട് ഡിസ്പ്ലേ എടുക്കുന്നുണ്ടോ നോക്കാം. വീണ്ടും പവർ ഓൺ ചെയ്യുക. നമുക്ക് ബീപ്പ് സൗണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോർഡ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ SMBSനായിരിക്കും കംപ്ലൈൻറ്റ്. ഈ ബോർഡ് നമുക്ക് ഇതിൽ CMOS എററാണ്. അത് കാരണം നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഡിസ്പ്ലേ എടുക്കാൻ. ഇപ്പോൾ നമുക്കിത് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് VG ഒന്ന് കൊടുത്ത് നോക്കാം. എടുത്തിട്ടുണ്ട്. ഞാൻ മോണിറ്റർ ഇവിടെ TV ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് കാരണമാണ് ചെറുതായിട്ടൊരു ഡിലേ വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഇവിടെ ഓക്കെയാണ്. ഇതിവിടെ അസ്യൂസ് മദർ ബോർഡ്. അപ്പോൾ ഇത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ബോർഡ് ഓണാവുന്നില്ല എന്നാണ്. അപ്പോൾ SMBSൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും അത് ഓണാവാത്തത്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ബോർഡും ഓക്കെയാണ്. ഞാനിവിടെ ക്യാമറ പ്ലേസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ 2 ബോർഡും ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ബോർഡ് എന്തായാലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പുള്ളിയുടെ SMBSനായിരിക്കും കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് ചിലത് SMBS മാറ്റി നോക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് പുള്ളി നോക്കിയിട്ടില്ല. പുള്ളി അത് ഓൺ ചെയ്തപ്പോൾ പവർ വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബയോസ് കറക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു ബോർഡാണ്. ഈ ബോർഡ് 41 ബോർഡാണ്. ഇത് ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോർഡും കൂടി എന്താ പ്രോബ്ലം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ റാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡിൻ്റെ പവർ ഒന്ന് ഓണാക്കാം. നേരെ ഓപ്പോസിറ്റാണ് സ്പീക്കർ കണക്ഷൻ വരുന്നത്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പവർ ഓൺ ചെയ്യണം. ഇത് നമുക്ക് എല്ലാ ബോർഡിൻ്റെയും പോലെയല്ല ഈ ഒരു മദർ ബോർഡിൻ്റെ പവറും റീസ്റ്റാർട്ട് ബട്ടൺ അതുപോലെ തന്നെ HD LED പവർ LED കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇത് കൺഫ്യൂഷനാകും. നമുക്ക് സാധാരണ കോമൺ ആയിട്ട് ഒരുവിധ ബോർഡിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും പവർ ബട്ടൺ വരിക. ഇത് പവർ ബട്ടണിൻ്റെ നേരെ ഓപ്പോസിറ്റ് റീസ്റ്റാർട്ട് ബട്ടൺ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് HD LED, അതിൻ്റെ പവർ ബട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് പവർ ബട്ടൺ LEDയും വരും. അപ്പോൾ നമുക്കിത് സാധാരണ കോമൺ ആയിട്ട് ഒരുവിധം ബോർഡുകൾക്കൊക്കെ ഈ രീതിയാണ് വരിക. ഈ ഒരു ബോർഡിൽ നമുക്ക് ഈ ബോർഡിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ലെഗാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റീസ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് പവർ LED വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൈക്ക് വരുന്നത്, മൈക്ക് സ്പീക്കർ വരുന്നത്. അപ്പോൾ നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ബോർഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് ഞാൻ ഫാന് റിമൂവ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഫാനൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലത്. ഇത് നമുക്ക് പ്രോസർ ഹീറ്റാണ്ടോ ഇല്ല എന്നുള്ളത് കുറേ കഴിഞ്ഞാലേ അറിയുള്ളൂ. മറ്റേ ആൻറ്റി ബോർഡാണെങ്കിൽ നമുക്കിവിടെ താഴെ കൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാം. എന്തായാലും ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ബസർ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് യാതൊരുവിധ ബസറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതും നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതായിട്ടുള്ളതുണ്ട്. ഈ ഭാഗത്തേക്കുള്ള വോൾട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്.
അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഒന്ന് ബ്രേക്ക് എടുക്കുക. ഇത് ഡീപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്രോസറിൻ്റെ ഭാഗം ഹീറ്റാണുണ്ടോ, പ്രോസറിൻ്റെ ഭാഗം ഹീറ്റാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബോഡി നമുക്ക് ഹീറ്റ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഫാനൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം അത് ചെക്ക് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആ ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക, കുറച്ച് സമയം കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആ ഡിസ്കും ഈ ഒരു ബോർഡും എന്തായാലും ഞാൻ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം. ഇത് കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഫാനൊക്കെ സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം. അപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ബോർഡ് ക്ലിയർ ആകുമ്പോൾ. ഞാൻ ബീപ്പ് സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റാം സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോഴും അത് ഇത്ര നേരം വർക്ക് ചെയ്തിട്ടും ഒരു ഹീറ്റോ കാര്യങ്ങളോ അല്ല. അത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാനൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം. അത് സ്ക്രൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ബയോസ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം എടുത്തു. ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഒരു 3 ആ ഡിസ്ക് വേറെ ഒന്ന് ഡാറ്റ റിക്കവറി ചെയ്യാനുണ്ട്. ഒരെണ്ണം ടിക് ടിക് എന്നുള്ള സൗണ്ടാണ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു 3 ആ ഡിസ്കും ഈ ഒരു ബോർഡും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു ബോർഡ് നമ്മൾ ചെയ്താലോ, ഈ ഒരു ബോർഡ് ചെയ്ത രീതിയിൽ വഴിയായിട്ട് ഓരോ ഭാഗങ്ങൾ ട്രാക്ക് ചെയ്യുക. അതിൽ നമുക്കൊരു ബയോസ് IC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് ആവണമെന്നില്ല ഈ ഒരു ബോർഡിന്. ഇത് നമുക്ക് പ്രോസറിൻ്റെ ഭാഗം അവിടെ ഹീറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രോസറിൻ്റെ ഫാൻ ഹീറ്റ്സിങ് എടുത്തു കഴിഞ്ഞാലുള്ളൂ നമുക്കത് പ്രോപ്പറായിട്ട് അറിയുള്ളൂ. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള വോൾട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് ആവും. അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്ത പോലെ തന്നെ ട്രേസ് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.